നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുന്നു. 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അതേസമയം നിലമ്പൂർ പോരിന് തുടക്കമായി. പോര് കടുപ്പിച്ച് LDF-ഉം കച്ചമുറുക്കി UDF-ഉം. UDF-ഉമായി അൻവർ സഹകരിക്കുമോ മത്സരിക്കുമോ എന്ന് ഇന്നറിയാം. അൻവറിന്റെ നിർണായക നിലപാട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയാം. വിശദമായ വാർത്തകളെല്ലാം നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 3 മണിക്കൂറിൽ കനത്ത മഴ പെയ്തേക്കും. കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ കാറ്റിന് സാധ്യത. കടൽക്ഷോഭത്തിനും സാധ്യത. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ആവേശം ചൂടുപിടിക്കുന്നു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ റോഡ് ഷോ ഉച്ചയ്ക്ക്. UDF-ന്റെ അസോസിയേറ്റ് അംഗത്വ നിർദ്ദേശം തള്ളി PV അൻവർ. രാവിലെ 9 മണിക്ക് നിലപാട് അറിയിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയേക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ ഇന്ന്. 11,000 ജീവനക്കാരുടെ സേവനം അവസാനിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിക്കുന്നത് 221 പേർ. KSEB-യിൽ നിന്ന് 1022 ജീവനക്കാർ. ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടത് 6,000 കോടിയോളം രൂപ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ഓപ്പറേഷൻ ഷീൽഡ് മോക്ക് ഡ്രിൽ. ജമ്മു കശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ വൈകിട്ട് 5-ന്. ബ്ലാക്ക് ഔട്ടുകളും അപായ സൈറണുകളും നടത്തും. IPL-ൽ ക്വാളിഫയറിലേക്ക് മുന്നേറി മുംബൈ ഇന്ത്യൻസ്. എലിമിനേറ്ററിൽ ഗുജറാത്തിനെ തകർത്തത് 20 റൺസിന്. മുംബൈ പഞ്ചാബ് രണ്ടാം ക്വാളിഫയർ നാളെ. UEFA ചാമ്പ്യൻസ് ലീഗ് കിരീട പോരാട്ടം ഇന്ന്. PSG-യും ഇന്റർ മിലാനും നേർക്കുനേർ. മത്സരം രാത്രി 12:30-ക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കനത്ത മഴ പെയ്തേക്കും. കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൻഫിൽറ്റ് ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, ശക്തമായ മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. പക്ഷെ അതേസമയം അതിതീവ്ര മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ജില്ലകളിൽ പല ജില്ലകളിൽ റെഡ് അലർട്ടും ഒപ്പം തന്നെ ഓറഞ്ച് അലർട്ടും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് രാത്രിയോടുകൂടി, അതായത് പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഒക്കെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പിന്റെയൊക്കെ സൈറ്റുകൾ ഏറ്റവും ഒടുവിൽ അവർ പുറത്തിറക്കിയ ബുള്ളറ്റിനുകളിലൊക്കെ തന്നെയും അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതായത് മുഴുവൻ ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതായത് അതിതീവ്രമായ മഴയുടെ മുന്നറിയിപ്പ് മാത്രമാണ് മാറിയിരിക്കുന്നത്. എങ്കിൽ പോലും പല ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. കാരണം പല ജില്ലകളിലും ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതായത് എറണാകുളം, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഈ 5 ജില്ലകളിൽ അതിശക്തമായ കാറ്റിന്റെ സാധ്യത. മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് ഈ ജില്ലകളിൽ, ഈ 5 ജില്ലകളിലും ഉണ്ടാകും. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ ശക്തമായ കാറ്റിനുള്ള സാധ്യത മുന്നറിയിപ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെയും മഴയുടെ മുന്നറിയിപ്പുകൾ വളരെ വേഗത്തിൽ തന്നെ മുന്നറിയിപ്പുകളിലൊക്കെ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ലൈവിന് കയറുന്നതിന് തൊട്ട് മുമ്പ് നോക്കുമ്പോൾ മാത്രമാണ് ഒരു ശാന്തമായൊരു കാലാവസ്ഥ, അതായത് യെല്ലോ അലർട്ട് എല്ലാ ജില്ലകളിലും പറയുന്നത്. എങ്കിൽ പോലും ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയും ഈ മുന്നറിയിപ്പിൽ വലിയ വേഗത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. മുന്നറിയിപ്പോൾ മാറി മാറി വരാനുള്ള സാധ്യത ഉണ്ട്. ഈ കഴിഞ്ഞ രാത്രി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ വലിയ നാശനഷ്ടമാണ് എല്ലായിടത്തും. സംസ്ഥാന വ്യാപകമായ മഴക്കെടുതി വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇന്നലെ മാത്രം രാത്രിയിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 10 മരണങ്ങളാണ് മഴക്കെടുതിയിലുണ്ടായത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തന്നെ ഭാഗികമായും പൂർണ്ണമായും കേടുപാടുകൾ പറ്റിയ നിരവധി വീടുകളാണ് സംസ്ഥാനത്ത്. മുഴുവൻ കണക്കുകൾ, നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൊത്തത്തിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകൾ എടുത്തിട്ടില്ല.
JCB-യിലടക്കം കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മഴക്കെടുതിയിൽ മൂലം. ഇന്നലെ മാത്രം ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകളും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ലൈനുകൾ കേടുപാട് ഉണ്ടാവുകയും അതിന്റെ വിതരണത്തൊക്കെ വലിയ രീതിയിൽ ബാധിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെയും എല്ലായിടത്തും ഈ മലയോര മേഖലകളിലൊക്കെയാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ തീരപ്രദേശങ്ങളിൽ വിഴിഞ്ഞത്ത് തന്നെ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ 12 പേർക്കായുള്ള തിരച്ചിലുകൾ ഇപ്പോഴും തുടരുകയാണ്. അതാണ് ഏറ്റവും ദുരിതമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളി പുല്ലുവിള സ്വദേശി മരണപ്പെട്ടിരുന്നു. 2 പേർ പോയ വള്ളമാണ് കാണാതാവുകയും ഒരാളുടെ മൃതദേഹം കണ്ടെത്തുകയും മറ്റേയാൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. 5 വള്ളങ്ങൾ ഏറ്റവും ഒടുവിൽ, അതായത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം 5 വള്ളങ്ങൾ ഏറ്റവും ഒടുവിൽ മടങ്ങിയെത്തിയത് ആശ്വാസകരമായ കാഴ്ചയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ 12 പേർക്കായുള്ള തിരച്ചിൽ, അതായത് 3 വള്ളങ്ങളിലായി പോയ 12 പേർക്ക് ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല. എന്നാൽ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഈ കള്ളക്കടൽ പ്രതിഭാസം കേരള തീരങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് പല മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ വിഴിഞ്ഞത്ത് കാണാതായിരിക്കുന്നു എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പല പ്രദേശങ്ങളും തീരദേശങ്ങളിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് പോയി മത്സ്യത്തൊഴിലാളികളാണ്. അവർ മടങ്ങിയെത്തിയിട്ടില്ല. പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കോസ്റ്റ് ഗാർഡ് അടക്കം മറ്റു വള്ളങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വേണ്ടി ശക്തമായ തെരച്ചിൽ തുടരുന്നുമുണ്ട്. ഈ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മഴക്കെടുതി, കടലാക്രമണത്തിലുള്ള സാധ്യത, പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകളേക്ക് സമീപത്തുള്ള സ്കൂളുകളിലും ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ കണക്കുകൾ പ്രകാരം തന്നെ 70ഓളം ക്യാമ്പുകൾ ഇപ്പോൾ തന്നെ സംസ്ഥാന വ്യാപകമായി തുറന്നിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പല സ്കൂളുകളുമൊക്കെ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ സംസ്ഥാന ജില്ലാ ഭരണകൂടം നൽകുന്ന എല്ലാ അറിയിപ്പുകളും മുന്നറിയിപ്പുകളും അതേ രീതിയിൽ തന്നെ പിന്തുടരണമെന്ന് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ചും ഈ താഴ്ന്ന പ്രദേശങ്ങളും മലയോര മേഖലകളിലും താമസിക്കുന്നവർ ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണോ തദ്ദേശ ഭരണകൂടം നൽകുന്നത് അത് അതേപോലെ പാലിക്കേണ്ടതുണ്ട്. അവരോടൊക്കെ തന്നെ ഇതിനോടകം തന്നെ പല പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാവരെയും മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും ദുരിതം ഉണ്ടായിരിക്കുന്നത് തീരപ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെയും പല 3 ജില്ലകളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടിയും ഈ ശക്തമായ കാറ്റിന്റെ സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിലാണ് ഈ ജില്ലകളിലൊക്കെ തന്നെ ഈ 60 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഈ ജില്ലകളിലൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെയും ഈ സംസ്ഥാന ഭരണകൂടവും ഒക്കെ ജില്ലാ ഭരണകൂടവും നൽകുന്ന അറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശവും കർശനമായി പാലിക്കേണ്ടതുണ്ട്. കാരണം പലയിടങ്ങളിലും ഈ മരങ്ങൾ, റോഡ്, അതായത് യാത്ര ഈ മിന്നപ്രളയത്തിന്റെ ഒക്കെ തന്നെയും സാധ്യത കൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ്. ഈ അതിരാവിലെ തന്നെ പുറത്ത് ഇറങ്ങുന്നവരൊക്കെ തന്നെയും ഈ മിന്നൽ പ്രളയത്തിന്റെ സാധ്യത, ഒപ്പം തന്നെ പലയിടത്തും മരങ്ങൾ ഒടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിലും കോട്ടയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. മരങ്ങൾ കടപുഴകി ഒടിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ റോഡിലേക്ക് പോകുമ്പോൾ തന്നെയും അതിരാവിലെ പുറപ്പെടുന്നവർക്ക് അധികം പേർക്കും ഈ ഇടിമിന്നലിന്റെ സാധ്യതയുണ്ട്. ഒപ്പം തന്നെയും ഈ ട്രെയിൻ ഗതാഗതവും ഒക്കെ തന്നെ വലിയ രീതിയിൽ തടസ്സപ്പെട്ടിരുന്ന സാഹചര്യമാണ്. പലയിടത്തും ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം, പല ട്രെയിനുകളും വൈകി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ട്രെയിൻ ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല, കാലവർഷക്കെടുതി ബാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴൊക്കെ അന്വേഷിച്ചപ്പോൾ ട്രെയിനുകളുടെ സമയക്രമത്തിലൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. എങ്കിലും എല്ലാവരും കരുതിയിരിക്കുക. കാരണം ഈ മുന്നറിയിപ്പ് എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. നിലവിൽ തെളിഞ്ഞ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടിയും ശക്തമായ കാറ്റുള്ള ഒരു സാഹചര്യത്തിൽ അലർട്ടുകളും മുന്നറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 6 ജില്ലകളിൽ അതിശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ശരി, അൺഫിൽറ്റ് തുടരുക. കൊല്ലത്ത് നിന്നും സുധീഷ് ഉണ്ട്, മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി സാരംഗുണ്ട്, വടക്കൻ കേരളത്തിൽ നിന്നും കെ പ്രശാന്തും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കാരണം കൊല്ലത്ത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് കടലാക്രമണവും രൂക്ഷമാണ്. സുധീഷ്, അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു മഴ തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ഒരു ബുദ്ധിമുട്ടുകൾ കൊല്ലം ജില്ലയ്ക്ക് നേരിടേണ്ടി വന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. കാര്യം മരങ്ങൾ വീണും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണുമുള്ള ദുരന്തങ്ങളായിരുന്നു കൊല്ലത്ത് ഏറെയും ഉണ്ടായത്. ഈ കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂരിലാണ് ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. ഇവിടേക്ക് 2 കുടുംബങ്ങളെ
മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണ് റോഡ് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ വീടുകൾക്ക് വലിയ മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് മൂലമുണ്ടായ കുറേ വീടുകളാണ്, അതായത് 164 വീടുകൾക്ക് ഭാഗികമായി തകർന്നു എന്നുള്ള കണക്കുകളാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. ഒപ്പം 6 വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതിവിശേഷവും കൊല്ലം ജില്ലയിലുണ്ടായി. കടലാക്രമണവും കൊല്ലം ജില്ലയിൽ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പള്ളിച്ചലാറിൽ ഒരു ജലനിരപ്പ് അത് ക്രമാതീതമായി ഉയരുന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകൾ പോലും പ്രവർത്തിക്കരുത് എന്നൊരു നിർദ്ദേശവും ജില്ലാ കളക്ടർ ഈ ഒരു മഴക്കാല ദുരിതങ്ങൾ മുൻനിർത്തി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പക്ഷേ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്കോ മറ്റോ മാറ്റം ഉണ്ടാകില്ല. ഈ തരത്തിൽ ജില്ലയിൽ മഴ കഴിഞ്ഞ 3 ദിവസമായാണ് ശക്തമായി തുടരുന്നത്. കിഴക്കൻ മേഖലകളിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ രൂക്ഷമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ നഗരങ്ങളിൽ മഴയുടെ തോത് അല്പം കുറവാണ്. മഴ പെയ്യുന്നുണ്ട്, അത് വലിയ ശക്തമായ രീതിയിൽ പെയ്യുന്നില്ല. പക്ഷേ കാറ്റാണ് നഗരപ്രദേശങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത്. കിഴക്കൻ മലയോര മേഖലകളിൽ പെയ്യുന്ന ശക്തമായ മഴ മൂലം ഏറെ മരങ്ങൾ ഒടിഞ്ഞു വീണ് ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരിത സമാനമായ രീതികളാണ് കിഴക്കൻ മേഖലയിലുള്ളത്. മറ്റ് ആളപായങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമാന സംഭവങ്ങളോ ഒന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖല ഇപ്പോഴും ഒരു ദുരിതത്തിലാണെന്ന് വേണം പറയാൻ. ഒപ്പം തന്നെ നഗരപ്രദേശങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിലാണ്. അത്തരത്തിൽ ചില വീടുകളിലേക്ക് വെള്ളം കയറിയതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ദുരിത സമാനമായൊരു സാഹചര്യം കൊല്ലം ജില്ലയിൽ നിലനിൽക്കുന്നു. ജില്ലയിലെ ഏതു അടിയന്തര സാഹചര്യത്തെയും നേരിടുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും ഇതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല, അല്ലെങ്കിൽ മഴക്കാല ദുരിതങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളൊരു അറിയിപ്പും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. എങ്കിൽ പോലും ഈ മരങ്ങളാണ്, അതിശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതാണ് ജില്ലയിലേറെ ദുരിതം സമ്മാനിക്കുന്നത്. ശരി, കൊല്ലത്ത് കടലാക്രമണം രൂക്ഷമാണ്. ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങൾ പാലിക്കണം. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി സാരംഗ് ഉണ്ട്. സാരംഗ്, മധ്യ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണോ? ഇന്ന് എല്ലാ ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾക്കൊക്കെ നാശനഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? തീർച്ചയായും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും, അതായത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും സംസ്ഥാനത്തുടനീളത്ത് ശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുന്നത്. അതുപോലെ തന്നെ മധ്യ കേരളത്തിലും ഇത്തരത്തിൽ ശക്തമായ മഴ തന്നെയാണ്. ഇന്നലെ രാത്രി മുതൽ കൊച്ചിയിൽ മഴ തോരാതെ പെയ്യുകയാണ്. ഇന്ന് രാവിലെ ഈ നേരം വരെയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത്തരത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും സംഭവിക്കുന്നുണ്ട്. എന്തിനായാലും പല തരത്തിലുള്ള മരങ്ങൾ വീണുള്ള അപകടങ്ങളും അതുപോലെ തന്നെ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നു, വീടുകൾക്ക് മേലെ മരങ്ങൾ വീണ് വീടുകൾ തടസ്സപ്പെടുന്നു തുടങ്ങിയ വിധത്തിലുള്ള എല്ലാ നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്തിനായാലും ഈ മഴക്കെടുതിയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ മാത്രം 26 ക്യാമ്പുകളാണ് തുറന്നു പ്രവർത്തിച്ചത്. അതായത് ഇന്നലെ വരെ പെയ്ത ശക്തമായ മഴയിൽ 26 ക്യാമ്പുകളാണ് ആലപ്പുഴയിൽ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്നത്. 851 കുടുംബങ്ങൾ ഈ ക്യാമ്പുകളിലേക്ക് മാറി. ഈ 850 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയ രീതിയിലുള്ള ഒരു മിന്നൽ പ്രളയ സമാനമായ സാഹചര്യമാണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 851 കുടുംബങ്ങളെ അടിയന്തരമായ തരത്തിൽ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിലുള്ള ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമ്പലപ്പുഴ താലൂക്കിൽ മാത്രം 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. ഇവിടെ 715 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും നഗരസഭകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ, അതായത് വെള്ളം കയറിയ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളെയൊക്കെ അടിയന്തര സാഹചര്യമായി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുടുംബാംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മാത്രം 216 വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. കഴിഞ്ഞ ഒരു 7 ദിവസത്തോളമായി പെയ്യുന്ന മഴയിൽ ഇത്തരത്തിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് കൊച്ചിയിലും അല്ലെങ്കിൽ എറണാകുളത്തും ഉണ്ടായത്. ഇതിൽ 3 വീടുകൾ പൂർണ്ണമായും 213 വീടുകൾ ഭാഗികമായും തകർന്ന സാഹചര്യമുണ്ടായി. ആലുവ, അതുപോലെ തന്നെ കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ജില്ലയിലാകെ കനത്ത
മഴയാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗോപിക. ശരി, മധ്യ കേരളത്തിൽ നിന്നും സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വടക്കൻ കേരളത്തിൽ നിന്നും പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കണ്ണൂരും കാസർഗോഡും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഗോപിക, വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലും യെല്ലോ അലർട്ട് തന്നെയാണ് ഈ ഘട്ടത്തിലുള്ളത്. രാത്രി വൈകി അതിശക്തമായ മഴ പല ജില്ലകളിലും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കോഴിക്കോട് മാത്രമാണ് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ അത്തരമൊരു സാഹചര്യമില്ല. വരുന്ന മണിക്കൂറിൽ ഒരുപക്ഷെ മഴ ശക്തിപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. മലയോര മേഖലകളാണ് അതീവ ജാഗ്രത തുടർന്ന്, പ്രത്യേകിച്ച് മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് അത്തരമൊരു ജാഗ്രത ഈ ഘട്ടത്തിൽ നിലനിർത്തി പോകുന്നത്. മാത്രമല്ല മണ്ണിടിച്ചിലുള്ള സാധ്യത അതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകൾ, മലയോര മേഖലകളുടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം വരുന്ന മണിക്കൂർ, ഇപ്പോഴത്തെ ഈ 3 മണിക്കൂറിൽ കോഴിക്കോട് മാത്രം ഓറഞ്ച് അലർട്ട് ഉണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും എന്നുള്ളതാണ്. അത് പക്ഷേ 8 മണിയോടുകൂടി തന്നെ കോഴിക്കോട്ടെ അലർട്ട് മാറും, അതും യെല്ലോ അലർട്ടേക്കിൽ മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ അലർട്ടുകൾ മാറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. തീരദേശ മേഖലയിൽ ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡൊക്കെ തന്നെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കള്ളക്കടൽ പ്രതിഭാസം തന്നെയാണ്. 2.9 മീറ്റർ വരെ വലിയ രീതിയിൽ തിര ഉയരുമെന്ന് തന്നെയാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് വിലക്കുണ്ട്. കൃത്യമായ സാഹചര്യങ്ങൾ വിലയിരുത്തി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാവൂ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നത്. മറ്റൊന്ന് KSEBയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ മഴ ശക്തമാകുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴാനും ഒപ്പം തന്നെ പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കണമെന്ന നിർദ്ദേശമാണ് നൽകി പോരുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സ്ഥാനാർത്ഥിയായ ശേഷം M സ്വരാജ് രാവിലെ നിലമ്പൂരിലെത്തും. സ്വരാജിന് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. അതിനിടെ നിലപാട് പ്രഖ്യാപിക്കാൻ PV അൻവർ രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. വിവരങ്ങളുമായി KK പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, കളി മാറി സ്വരാജ് കൂടി എത്തിയതോടെ നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടം കടുക്കും. അണികളെല്ലാം വലിയ ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എന്തൊക്കെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? രാവിലെ 11 മണിക്കാണ് ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്നിലേക്ക് റോഡ് ഷോ ഉണ്ട്. അതിനുശേഷമാണ് നിലമ്പൂർ തഹസിൽദാർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന വലിയ റോഡ് ഷോയാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും UDFനെ സംബന്ധിച്ച് ഒരു പാർട്ടി സ്ഥാനാർത്ഥി CPMന്റെ ഭാഗത്ത് നിന്ന് വരുന്നുവെന്ന് അവരൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും മുന്നോട്ട് വെച്ചിരുന്നില്ല. അവസാനമാണ് ഇത്തരത്തിലൊരു നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 1967 ശേഷം കുഞ്ഞാലിക്ക് ശേഷം പുതിയൊരു സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂരിന്റെ പ്രത്യേകത. മാത്രമല്ല M സ്വരാജാണ് സ്ഥാനാർത്ഥി. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് 3ാം പിണറായി സർക്കാരിലേക്കുള്ള തുടക്കം എന്ന് തന്നെയാണ് CPM അതിനെ കാണുന്നത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിനെ രംഗത്തിറക്കിക്കൊണ്ടുള്ള നീക്കം. പക്ഷേ അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഷൗക്കത്ത് നിലവിൽ കളം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഷൗക്കത്തിന് അവിടെ പരിചയത്തിന്റെ മറ്റു ഒരു പുതുക്കലിന്റെ ഒന്നും ആവശ്യമില്ല. സ്വാഭാവികമായും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതിനെ മുൻപേ തന്നെ UDFും LDFും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും ഷൗക്കത്ത് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ മറ്റ് അസ്വാരസ്യങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കി ഷൗക്കത്ത് എത്തിയോടെ തന്നെ പ്രവർത്തകർ വലിയ ആവശ്യത്തിലേക്ക് മാറുന്നു. ഒരു റൗണ്ട് തന്നെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനോടകം തന്നെ ഷൗക്കത്തിന് കഴിഞ്ഞു. പ്രധാന വ്യക്തികളെ എല്ലാം തന്നെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ഒപ്പം തന്നെ അവരുടെ പിന്തുണയും ഉറപ്പിച്ചുകൊണ്ട് മത സാമുദായിക നേതാക്കളെ അടക്കം കണ്ടുകൊണ്ടാണ് ഷൗക്കത്ത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇനിയിപ്പോൾ സ്വരാജ് വരുന്നത്. സ്വരാജ് വരുമ്പോൾ സ്വരാജിന് രാവിലെ 10:30 നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ 9 മണിയോടെ സ്വരാജ് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 10:30 സ്വരാജിന് സ്വീകരണമുണ്ട്. വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ഇന്ന് കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോയാൽ, നേരത്തെ തീരുമാനിച്ച രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ സ്വരാജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കുമെന്ന വിവരമാണ് ഇപ്പോൾ അവിടുന്ന് LDF നേതാക്കൾ
വ്യക്തമാക്കുന്ന അത്തരത്തിലുള്ള കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം സ്വരാജ് കൂടി വരുന്നതോടുകൂടി തന്നെയാണ് ഇതൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ CPM നിർത്തുമെന്ന തരത്തിൽ തന്നെയായിരുന്നു അത്. മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ്, പ്രത്യേകിച്ച് നിഷ്പക്ഷ ഒപ്പം തന്നെ മറ്റ് വോട്ടുകൾ കൂടി സ്വരൂപിക്കുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ പിന്നീടാണ് CPM ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നത്. അതായത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ നിലവിൽ വോട്ട് ശതമാനത്തിലടക്കം ദേശീയ പാർട്ടി എന്ന നിലയിലെ സാഹചര്യത്തിലൊക്കെ തന്നെ വോട്ട് ശതമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അതൊരു അനുകൂല ഘടകമാണ്. മറ്റൊന്ന്, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്, രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് സ്വാഭാവികമായി എത്തുമ്പോൾ അത് സംസ്ഥാനത്താകെ ചർച്ച ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇറക്കുമ്പോൾ സ്വരാജിന് മറ്റ് ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന നേതാവാണ്. അതിന് മറ്റ് ഒരു തരത്തിലുള്ള പിന്തുണയോ പാർട്ടി സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നിരവധിയായ വശങ്ങൾ പരിശോധിച്ചാണ് സ്വരാജിലേക്ക് CPM എത്തിയത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു സ്വതന്ത്രനെ നിർത്തിക്കഴിഞ്ഞാൽ CPM വളരെ ലാഘവത്തോടെ തെരഞ്ഞെടുപ്പിനെ കണ്ടുവെന്നും CPM ഒളിച്ചോടി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകും. ഇതിപ്പോൾ സ്വരാജിനെ നിർത്തുന്നതോടുകൂടി തന്നെ അത്തരമൊരു നീക്കം പൊളിക്കാനാകും, അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനാകും. മാത്രമല്ല, കഴിഞ്ഞ 2 മാസമായി സ്വരാജ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂരുകാരനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ പ്രാദേശികമായി നിലനിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെ കുറെ കൂടി ആളുകളുമായി ബന്ധം പുലർത്താൻ കഴിയും. മാത്രമല്ല, അണികൾക്ക് സംസ്ഥാനത്താകെ തന്നെ സ്വരാജിനുള്ള സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്തുകയാണ് CPM ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. മറുവശത്ത് കാര്യങ്ങൾ അനുകൂലമാകും എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ അതോടൊപ്പം തന്നെ ഈ ഘടകകക്ഷിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ഇന്ന് അൻവർ 9 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. എന്താകും അൻവറിന്റെ നിലപാട് എന്ന് അറിയേണ്ടതുണ്ട് ഇനി, അല്ലേ? ഗോപിക, തൃണമൂൽ കോൺഗ്രസ് നിലവിൽ മത്സരിക്കാൻ തീരുമാനിച്ചതാണ്. അവിടെ PV അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് അവർ തത്വത്തിൽ ധാരണയായതാണ്. അത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും മമതാ ബാനർജിയൊക്കെ തന്നെ അറിയിക്കുകയും അതിനുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ സജീവമായി അവർ കൃത്യമായി തന്നെ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ അൻവറിന് ചില രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ അത് പ്രഖ്യാപനത്തിലേക്ക് പോകാതിരുന്നത്. കാരണം UDFന്റെ ഭാഗമായി മുന്നണിയിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് അൻവർ ഉദ്ദേശിച്ചത്. പക്ഷേ അസോസിയേറ്റ് അംഗമാക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരു നീക്കവും UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, മറ്റ് ചില നിലപാടുകൾ കൂടിയുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ പറഞ്ഞ ചില പരാമർശങ്ങളാണ്. പ്രതിപക്ഷ നേതാവിനെതിരായി പറഞ്ഞത് സാരമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടെങ്കിൽ, പക്ഷേ ഷൗക്കത്തിനെതിരായ നിലപാടുകൾ തിരുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക്. അത് മാത്രമല്ല, ഈ അസോസിയേറ്റ് അംഗമല്ലാതെ മുന്നണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു സീറ്റ് മാത്രമല്ല, കാരണം അൻവർ മുന്നോട്ട് വെച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്ന തരത്തിന് ജയസാധ്യതയുള്ള സീറ്റ് നൽകണം എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, മലപ്പുറത്ത് കോൺഗ്രസിന് കാര്യമായ സീറ്റ് ഇല്ലാത്ത ഒരു ജില്ല തന്നെയാണ്. അപ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ഒരുപക്ഷെ അൻവറിനോ അൻവറുമായി ചേർന്ന് നിൽക്കുന്നവർക്കോ സീറ്റ് നൽകേണ്ടി വരും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭാവിയിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത്. മുന്നണിയിലേക്ക് എടുത്തുകൊണ്ടൊരു നീക്കത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കേണ്ടെന്ന് ഇന്നലെ ചേർന്ന UDF യോഗം തീരുമാനമെടുക്കുകയായിരുന്നു. അത് പക്ഷേ അൻവർ തള്ളുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 9 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചേക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അൻവർ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ വലിയ പോരാട്ടമാണ്. 15,000-ഓളം വോട്ട് അൻവർ ഒരുപക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മറിയും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് നിഷ്പക്ഷ വോട്ടുകൾക്കൊപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ നേരത്തെ തന്നെ അൻവർ അടർത്തിയെടുത്തതാണ്. CPMന്റെ വോട്ട് കൂടി ഇനി അൻവർ പിടിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. പക്ഷേ മലയോര മേഖലയിലെ വോട്ട് നിർണായകമാകുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ അത്തരത്തിൽ അൻവർ എത്തുമ്പോൾ ആ വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലം മാറുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. മറ്റൊന്ന്, BDJSന്റെ സ്ഥാനാർത്ഥി എത്തുമോ എന്നുള്ളതാണ്. BDJS സ്ഥാനാർത്ഥിയാണെങ്കിൽ BJP എത്രത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് കൂടി നമുക്ക് നോക്കിക്കാണാം. വരും. ഇതിനു മുൻപ് BDJS മത്സരിച്ചപ്പോൾ 12,000 വോട്ട് പിടിച്ച മണ്ഡലമാണ് നിലമ്പൂർ. അതേ നിലവാരത്തിൽ BDJS കൂടി രംഗത്തിറങ്ങിയാൽ ഒരുപക്ഷെ കാര്യങ്ങൾ വളരെ കടുത്ത പോരാട്ടത്തിലേക്ക് മാറും. ഒരുപക്ഷെ നമ്മൾ നേരത്തെയൊക്കെ വിചാരിച്ചിരുന്ന പോലൊരു പോരാട്ടമായിരിക്കില്ല നിലമ്പൂരിൽ കാണാൻ പോകുന്നത്. ശരി, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് KK പ്രശാന്താണ്. സർക്കാരിന്റെ വിലയിരുത്തലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് LDF സ്ഥാനാർത്ഥി സ്വരാജ്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സാഹചര്യം മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെന്ന് സ്വരാജ് അമൃത വാർത്തകളോട് പറഞ്ഞു. LDFന്റെ സ്ഥാനാർത്ഥി, നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സ്വരാജാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ സാമാജികനായി തൃപ്പൂണിത്തുറ മുതൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അത്തരത്തിൽ ഈ ഒരു മണ്ഡലത്തിലേക്ക് ഈ അവസാന ലാപ്പിൽ എത്തുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഓരോ സന്ദർഭങ്ങളിലും പാർട്ടി നിശ്ചയിക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ഇപ്പോൾ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി നടക്കുന്ന ഒരുപക്ഷെ ഒടുവിലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ ഭാഗമാകാൻ പാർട്ടി ഇപ്പോൾ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഞാൻ അഭിമാനത്തോടെ ആ തീരുമാനത്തെ ഉൾക്കൊള്ളുന്നു.
ഇത് ചരിത്രപരമായി തന്നെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതിനെ വ്യക്തിപരം എന്നതിലുപരി ഈ സവിശേഷമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. കാരണം അവസാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അത് എങ്ങനെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ജനക്ഷേമ പദ്ധതികൾ, ഒപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ, മതനിരപേക്ഷത പോറലേൽക്കാതെ നിലനിൽക്കുന്നതിന് LDF വഹിക്കുന്ന പങ്ക്, ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു മുഖ്യ കാര്യമാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയാകണമെന്ന് നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നു. ഒപ്പം തന്നെ എതിരാളികൾ പോലും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവർ യൂട്യൂബ് വഴിയൊക്കെ അത് ആവശ്യപ്പെടുന്നവർ, അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ വഴി ആവശ്യപ്പെടുന്ന അതിനുള്ളൊരു മറുപടി കൂടിയാണ്. ഇല്ല, ഞാനതിനെല്ലാം പോസിറ്റീവായി കാണുന്നു. എതിരാളികൾ അങ്ങനെ ആഗ്രഹിച്ചു വന്നതിൽ സന്തോഷം. ഞാൻ അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളും അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ അവിടെ തീർച്ചയായും ആഹ്ലാദകരമാണ്. നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണെങ്കിലും എല്ലാവരും നമ്മളെ സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ്. സന്തോഷം. അൻവർ നേരത്തെ തന്നെ LDFിൻ്റെ കൂടെ നിന്ന് ജയം നേടിയതിന് ശേഷം പിന്നീട് പോയതിനു ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എത്രത്തോളം ആത്മവിശ്വാസം? അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യം മാത്രമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നാടിൻ്റെ ഭാവി, സംസ്ഥാന ഭരണം, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ വികസന മുന്നേറ്റം, ഇവിടുത്തെ ക്ഷേമപദ്ധതി, അതൊക്കെ തന്നെയാണ് ചർച്ചയിലേക്ക് കാര്യമായി കടന്നു വരിക. മറ്റു കാര്യങ്ങൾ അപ്പോൾ അപ്രസക്തമായി പോവുകയാണ് പതിവ്. ഭരണ തുടർച്ചയുടെ ഒരു മുന്നോടിയാകുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ വിജയം? തീർച്ചയായും, ഉറപ്പായും തന്നെയാണ് ഭരണ തുടർച്ചയുടെ മുന്നോടിയാകും തൻ്റെ വിജയം എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നതും. എന്തു തന്നെയായാലും ശക്തമായ ഒരു വിജയം, അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ തനിക്ക് കഴിയും. ഒപ്പം തന്നെ അക്കൂട്ടത്തിൽ വിജയം നേടാൻ കഴിയും. സർക്കാരിൻ്റെ ഭരണ തുടർച്ചയുടെ മുന്നോടിയായി തൻ്റെ വിജയം മാറും എന്ന ആത്മവിശ്വാസത്തിലാണ് M. സ്വരാജ്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF മികച്ച വിജയം നേടുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. തന്റെ പിതാവ് നേടിയ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. PV അൻവർ വിഷയത്തെക്കുറിച്ച് നേതൃത്വം പ്രതികരിക്കും. സ്വരാജ് തന്റെ സുഹൃത്താണ്. ബൂത്ത് തലം മുതൽ പ്രവർത്തനം മുൻകൂട്ടി തുടങ്ങാനായത് ആത്മവിശ്വാസം നൽകുന്നുവെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. തൃശൂരിൽ മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു ഷൗക്കത്ത്. ഇന്ന് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ദിവസമാണ്. നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ഈ ദിവസം എൻ്റെ പ്രഭാതം ഇന്ന് തുടങ്ങുന്നത്, എൻ്റെ ദിവസം ഇന്ന് തുടങ്ങുന്നത് കോൺഗ്രസിനെ കേരളത്തിൽ കോൺഗ്രസ്സാക്കി മാറ്റിയ 9 MLA-മാരിൽ നിന്ന് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പിതാവുമൊത്ത്, എൻ്റെ പിതാവിനെ പോലെ തന്നെ തൊഴിലാളി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അധികായകനായ ലീഡർ K. കരുണാകരൻ സാറിൻ്റെ കബറിടത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള ഈ ദിവസം തുടങ്ങുന്നത്. നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സദാ സന്നദ്ധമാണ്. നിലമ്പൂരിൽ അതിന് മണ്ണൊരുങ്ങിക്കഴിഞ്ഞു. അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല, ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലമ്പൂരിൽ എതിർപക്ഷത്ത് ആര് വന്നാലും വിജയം UDFന് സുനിശ്ചിതമെന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെ മുന്നോട്ടു പോകുമെന്നും ആര്യാടൻ ഷൗക്കത്ത് അമൃത വാർത്തകളോട് പ്രതികരിച്ചു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ ചിത്രം ഏകദേശമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയുടെ ആരാണെന്നതുകൂടി അറിയാനുള്ളൂ. ഇപ്പോൾ M. സ്വരാജ് അപ്പുറത്ത് വരുമ്പോൾ എങ്ങനെയാണ് തീവാർന്ന ഒരു പോരാട്ടം നമുക്ക് നിലമ്പൂരിൽ പ്രതീക്ഷിക്കാം? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് ലൈൻ ഇല്ലെങ്കിൽ ഫോർവേഡിന് ഗോൾ അടിക്കാൻ പറ്റുമോ? വെറുതെ കാലിപ്പോസ്റ്റിലേക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു സംശയവും വേണ്ട. പോരാട്ടം എത്ര തീ പാറിയാലും ഇത്തവണ 2 ടൈം UDFന് നഷ്ടപ്പെട്ട സീറ്റ് ബഹുഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കും. ഈ
ഒരു പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. യുവാക്കളിലെ ഏറെക്കുറെ ആവേശം കൊള്ളിക്കുന്ന ഒരു നേതാവൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാരൻ കൂടി തന്നെയാണ്. അപ്പോൾ രണ്ട് നിലമ്പൂരുകാരാണ്. നിലമ്പൂരുകാർ തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറും. അത് രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. അല്ല, അതൊക്കെ നമുക്ക് കാണാമല്ലോ, വരുന്ന ദിവസങ്ങളിൽ കാണാമല്ലോ. എന്തായാലും കുറേ സ്വതന്ത്രന്മാരെ അവിടെ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഇത്രമാത്രം വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലത്തൊന്നും ചിഹ്നത്തിൽ മത്സരിപ്പിക്കാതിരുന്നത്? CPM അവിടെ ചിഹ്നത്തിൽ മത്സരിച്ച് 1967 ശേഷം ഇതുവരെ അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. മറ്റു വാർത്തകൾ നോക്കാം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഇന്ന് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വൈകിട്ട് 5 മണിക്ക് മോക്ക് ഡ്രിൽ ഉണ്ടാകും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശീലനം. യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പൊതുജനങ്ങളെ പരിശീലിപ്പിക്കുകയാണ് മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽ. 10,000-ഓളം ജീവനക്കാർ വിരമിക്കുന്നു. KSEBയിൽ നിന്ന് മാത്രം 1022 പേരാണ് വിരമിക്കുന്നത്. വിവരങ്ങളുമായി അൻഫിൽറ്റ് ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, ഇന്ന് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽ ദിനമാണ്. ഓരോ വകുപ്പിലും ഈ വിരമിക്കുന്നവർക്ക് ഇത്തവണ ആനുകൂല്യങ്ങൾ നൽകണമെങ്കിൽ ആകെ 6000 കോടിയോളം രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ ഒരു കണക്കുകളല്ലേ? ഗോപിക, തീർച്ചയായും സാധാരണ എല്ലാ മെയ് 31 ആകുമ്പോഴും വലിയ രീതിയിലുള്ള കൂട്ട വിരമിക്കൽ തന്നെയാണ് സർക്കാർ ഓഫീസുകൾ ഉണ്ടാകുന്നത്. ഇത്തവണ ആ പതിവ് തെറ്റിക്കുന്നില്ല. 10,000-ഓളം ജീവനക്കാർ വിവിധ വകുപ്പുകളിൽ നിന്ന് കൂട്ട വിരമിക്കൽ ഇന്ന് ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ സാധാരണ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിന് മുൻപത്തെ കാലങ്ങളിൽ മെയ് 31 സ്കൂളിൽ ചേർക്കുമ്പോൾ ഒരു ജനന തീയതിയായി മെയ് 31 സ്വീകരിക്കുന്ന ഒരു പൊതു രീതി ഉണ്ടായിരുന്നു. ആ രീതി അനുസരിച്ചാണ് ഈ മെയ് 31 ആകുമ്പോൾ പല ജീവനക്കാരുടെയും വിരമിക്കൽ തീയതി വരുന്നത് മെയ് 31. വിവിധ വകുപ്പുകളാണ് ഇത്. കഴിഞ്ഞ വർഷമൊക്കെ 10,500 പേരും അതിന് മുമ്പത്തെ വർഷത്തിൽ 11,000-ലധികം പേരുമൊക്കെ മെയ് 31 വിരമിച്ചു. ഇത്തവണ അതുപോലെ 10,000-ലധികം പേരാണ് മെയ് 31 ഇന്ന് കൂട്ട വിരമിക്കൽ ഉണ്ടാകുന്നത്. ഇത് വിവിധ വകുപ്പുകളിലാണ്. അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ. ഈ ഒരു വർഷം 24,000-ലധികം അധ്യാപകർ വിരമിക്കുന്നതിൽ പകുതിയിലേറെ ഇന്നത്തെ ദിവസം വിരമിക്കുന്ന ഒന്നാണ് എടുത്തു പറയേണ്ടത്. സെക്രട്ടേറിയറ്റിൽ 200-ലധികം പേർ വിരമിക്കുന്നത്. പോലീസ് വകുപ്പുകളിൽ അധികം പേർ ഉദ്യോഗസ്ഥർ, അത് ASA, SA, SP റാങ്കിലുള്ള നിരവധി ഉദ്യോഗസ്ഥർ വിരമിക്കുകയാണ്. ഒപ്പം തന്നെ KSEBയിൽ 1022 പേർ ഇന്ന് വിരമിക്കുന്നു. ഈ വിരമിക്കുന്നവരിൽ അധികം പേരും ലൈൻമാൻമാര്, ഓവർസിയർമാരാണ് വിരമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണ് വിരമിക്കുന്നത്. നമുക്കറിയാം. അതുകൊണ്ട് ഈ ഫീൽഡിൽ ഇറങ്ങുന്ന ജീവനക്കാരുടെ ഒരു ക്ഷാമം നേരിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ വലിയ രീതിയിൽ മഴക്കെടുതി അനുഭവിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ KSEBയിൽ തന്നെ ഈ ലൈനുകളൊക്കെ പൊട്ടിയുണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങളൊക്കെ തന്നെ ഈ മണിക്കൂറുകൾ ഇടപെട്ട് ഇങ്ങനെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന ജീവനക്കാർ കൂട്ട വിരമിക്കൽ അവർ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ KSEBയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. അങ്ങനെ വരുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് താൽക്കാലിക ജീവനക്കാരെ പോസ്റ്റ് ചെയ്യിക്കാനുള്ള നടപടി അവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഒപ്പം തന്നെ മറ്റ് വിവിധ വകുപ്പുകളിൽ കൂട്ട വിരമിക്കൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇവർക്ക് ആനുകൂല്യം നൽകുന്നതാണ് സർക്കാരിന് മുന്നിൽ മറ്റൊരു പ്രതിസന്ധി. ഈ വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന പെൻഷൻ നൽകുക, ഗ്രാറ്റുവിറ്റി നൽകുക, ഒപ്പം തന്നെ ഈ ഇൻഷുറൻസ്, അത് സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഒപ്പം തന്നെ ഈ ടെർമിനൽ സറണ്ടർ, അങ്ങനെ വലിയ രീതിയിലുള്ള ആനുകൂല്യം. ഈ ഉയർന്ന പദവിയിലുള്ളവർക്കൊക്കെ ഏകദേശം 20 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ വിരമിക്കൽ സമയത്ത് നൽകേണ്ടതായി വരും. ഇതൊക്കെ തന്നെയും ഈ അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന ഈ തുകയൊക്കെ ഒറ്റയടിക്ക് നൽകേണ്ടതില്ല. അക്കൗണ്ടന്റ് ജനറൽ അനുസരിച്ചാണ് നൽകേണ്ടത്. അങ്ങനെയെങ്കിൽ പോലും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 6000 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് ഈ ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽ വരുമ്പോൾ ഇവർക്ക് ആനുകൂല്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെയായി ഏകദേശം 6000 കോടി രൂപയോളം വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തവണ ഈ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരുടെ കൂട്ട 10,000-ലധികം ജീവനക്കാർ വിവിധ വകുപ്പുകളിലായി വിരമിക്കുന്നതാണ് എടുത്തു പറയേണ്ടത്. ഗോപിക, ഇന്ന് 10,000-ഓളം ജീവനക്കാർ വിരമിക്കുന്നു. അൻഫിലിറ്റാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കിയിലെ ഉൾഗ്രാമ ടൂറിസം പദ്ധതികളെ സർക്കാർ അവഗണിക്കുന്നതായി ആക്ഷേപം. ഇതിന് ഉദാഹരണമാണ് കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി. കരാർ കാലാവധി കഴിഞ്ഞിട്ടും പദ്ധതി പൂർത്തിയാക്കാനോ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന കമ്പനിക്ക് നൽകിയ ലക്ഷങ്ങൾ തിരികെ വാങ്ങാനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല.
ഇടുക്കി ജില്ലയുടെ മുഖഛായ മാറ്റാൻ കഴിയുന്ന പദ്ധതിയായിരുന്നു കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി. വിദേശ വിനോദസഞ്ചാരികളുടെ അടക്കം ഇഷ്ടകേന്ദ്രമായ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി 2012 1,18 ലക്ഷം രൂപയുടെ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിൽ ആദ്യഘട്ട പദ്ധതിക്ക് അനുവദിച്ച 50 ലക്ഷം രൂപയിൽ 25 ലക്ഷം രൂപ DTPCക്ക് ലഭിച്ചു. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് സിഡ്കോ എന്ന കമ്പനിക്ക് നിർമ്മാണ ചുമതലയും നൽകി. 12.5 ലക്ഷം രൂപ അഡ്വാൻസായി കമ്പനി കൈപ്പറ്റി. പിന്നീട് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർമ്മാണ ഉദ്ഘാടനം നടത്തി മടങ്ങിയതല്ലാതെ തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. കരാർ കമ്പനി ആകെ ചെയ്തത് ഇവിടേക്ക് ചെറിയൊരു വഴി നിർമ്മിച്ചു എന്നത് മാത്രമാണ്. ഈ കരാറുകാരൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ പൈസ അടിയന്തരമായി മേടിക്കുകയോ അല്ലെങ്കിൽ ടൂറിസം പദ്ധതിയുള്ള ഡെവലപ്മെൻറ്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സർക്കാർ അനുമതിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ സ്ഥലമില്ലെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നതിന് നാട്ടുകാരടക്കം മുന്നോട്ട് വന്നിട്ടും പദ്ധതി അട്ടിമറിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഒരു തരത്തിലുമുള്ള ലഹരിയും പ്രോത്സാഹിപ്പിക്കില്ലെന്നും സിനിമാ സംഘടനകളും മുതിർന്ന താരങ്ങളും ഇക്കാര്യത്തിൽ കൃത്യതയാർന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും നടൻ ഗിന്നസ് പക്രു. അഭിനേതാവിന് കലയാകണം ലഹരി എന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി ഉപയോഗം പോലുള്ള തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവർ തിരിച്ചു വരണം. ഏത് മേഖലയിലാണെങ്കിലും ലഹരി ഉപയോഗം പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നും നടൻ ഗിന്നസ് പക്രു പറഞ്ഞു. ഒരു അഭിനേതാവിന് കലയായിരിക്കണം ലഹരിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ ഗിന്നസ് പക്രുവിനെ ആദരിക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു അഭിനേതാവിന് അഭിനയമായിരിക്കണം ലഹരി, അല്ലെങ്കിൽ കലയായിരിക്കണം ലഹരി എന്ന് തന്നെ പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മാർഗങ്ങളിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും തിരിച്ചു വരണം എന്ന് തന്നെയാണ്. അത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് സിനിമയെന്ന് മാത്രമല്ല, ഏത് മേഖലയിലും. പ്രത്യേകിച്ച് ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. വിദ്യാലയങ്ങളിലേക്ക് വരെ ഇത് കടന്നെത്തുന്ന മാരകമായ ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികളോടും ഒക്കെ എല്ലാവരോടും കുടുംബങ്ങളോടൊക്കെ നമ്മൾ കഴിയുന്നതും പല വേദികളിലും ഞങ്ങളുടെ ഏതെല്ലാം സ്ഥലത്ത് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നോ അവിടെയെല്ലാം ഞങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ. യോഗത്തിൽ പ്രസ് ക്ലബ് സെക്രട്ടറി M ഷജിൽ കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിഷ PO, ടോമി മാത്യു എന്നിവർ ചേർന്ന് ഗിന്നസ് പക്രുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ടിപ്പു സുൽത്താന്റെ കോട്ട എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് പാലക്കാട് കോട്ടയാണ്. എന്നാൽ ചരിത്രതാളുകളിൽ ഇടം പിടിച്ചിട്ട് പോലും ആരും അറിയാതെ പോയ ടിപ്പു സുൽത്താന്റെ പണി കഴിപ്പിച്ച കോട്ടയുണ്ട് കോഴിക്കോട്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തെ അവശേഷിപ്പായ ഫറോക്കിലെ കോട്ട നഗരത്തിന്റെ നാശത്തിന്റെ വക്കിലാണ്. സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഫറോക്ക് കോട്ടയെ ടൂറിസം മേഖലയാക്കി മാറ്റാൻ കഴിയുമെന്നായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടർ KK മുഹമ്മദ് പ്രതികരിച്ചത്. യുദ്ധത്തിന് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന തന്ത്രപ്രധാനമായ കുന്നിൻ പ്രദേശത്ത് ടിപ്പു പണി കഴിപ്പിച്ചതാണ് ഫറോക്കിലെ കോട്ട. പടവുകളും രഹസ്യ തുരങ്കങ്ങളോടും കൂടിയ ഇരട്ടക്കിണർ, വെടിമരുന്നും യുദ്ധക്കോപ്പുകളും നിർമ്മിക്കാനുള്ള മരുന്നറ എന്നിവയും ഇതിന്റെ സവിശേഷതയാണ്. പിന്നീട് ടിപ്പുവിന്റെ കോട്ട ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. കോട്ടയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പിന്നീട് സ്വകാര്യ വ്യക്തികളിലേക്കും കൈമാറ്റപ്പെട്ടു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ കേരളം സന്ദർശിച്ചപ്പോൾ കോട്ടയെക്കുറിച്ച് അന്വേഷിച്ചത് വാർത്തയായതോടെയാണ് ഇക്കാര്യം ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോഴേക്കും കോട്ടയുടെ പല ഭാഗങ്ങളും കാലം കവർന്നെടുത്തിരുന്നു. കോട്ടയുടെ ചരിത്ര പ്രാധാന്യം തിരിച്ചറിഞ്ഞ പ്രദേശവാസികൾ കോട്ട സംരക്ഷണ സമിതി രൂപീകരിച്ച് പരാതികൾ നൽകിയതോടെയാണ് കോട്ട സംരക്ഷിത സ്മാരകമായി സർക്കാർ പ്രഖ്യാപിച്ചത്. 5 വർഷത്തോളം എടുത്ത പഠനത്തിൽ ഫറോക്കിലേത് ലക്ഷണമൊത്ത കോട്ടയെന്ന പുരാവസ്തു വകുപ്പിന്റെ ശാസ്ത്രീയ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ചരിത്ര രേഖകളിൽ പറയുന്ന ടിപ്പു അച്ചടിച്ച നാണയവും അതിനായി ഉപയോഗിച്ച കമ്മട്ടവും കണ്ടെത്തി. ചരിത്ര പ്രാധാന്യമുള്ള ചെറിയ സ്ഥലങ്ങൾ പോലും അതിമനോഹരമായി സൂക്ഷിക്കുന്ന യൂറോപ്പിലെ സംസ്കാരം ഇതുവരെയും ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ലെന്നും ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ് ഫറൂഖ് കോട്ടയെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടർ KK മുഹമ്മദ് പറഞ്ഞു.
നമ്മൾ യൂറോപ്പിലൊക്കെ പോകുന്ന അവസരത്തിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും, പക്ഷെ അത് വളരെ അതിമനോഹരമായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ആദ്യം ഇത് അവിടെ എത്തിയാൽ അവിടെ വലിയ കോട്ടയായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കും, പക്ഷെ അവിടെ പോകുമ്പോൾ വളരെ ചെറുതായിരിക്കും. പക്ഷെ അത് എങ്ങനെ സംരക്ഷിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അത് വില കൊടുക്കുന്നത്. അപ്പോൾ ആ കൾച്ചർ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. കാരണം അവിടെ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും അത് വളരെ മനോഹരമായി സൂക്ഷിക്കുകയും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചരിത്ര പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ഗൈഡുമാരുണ്ടായിരിക്കും, അതിൻ്റെ സംരക്ഷകരുണ്ടായിരിക്കും. അപ്പോൾ അത് മുഴുവൻ അവരൊരു പ്രൊഡക്റ്റായിട്ട്, ഒരു ടൂറിസം പ്രൊഡക്റ്റായിട്ട് അവർക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. ആ ടൂറിസം പ്രൊഡക്റ്റായിട്ട് മാറ്റാൻ കഴിയുന്നതോടുകൂടി ജനങ്ങൾ ധാരാളം വരും. അതിനൊക്കെയുള്ള ധാരാളം സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഫറോക്ക് കോട്ടയുടെ അവശിഷ്ടങ്ങളും അതിൻ്റെ ഭാഗങ്ങളും. ചരിത്രം വരും തലമുറയിലേക്ക് കൂടി പകർന്നു നൽകാൻ ടിപ്പു കോട്ട സംരക്ഷിക്കപ്പെടണമെന്ന് കോട്ട സംരക്ഷണ സമിതി കൺവീനർ ജയശങ്കർ കിളിയങ്കണ്ടി പറഞ്ഞു. ചരിത്രത്തെ ഓർമ്മിക്കാൻ, ചരിത്രത്തെ അടയാളപ്പെടുത്താൻ, ചരിത്രത്തെ വരും തലമുറക്ക് കാത്തുവെക്കാൻ എന്തുകൊണ്ടോ വിമുഖം കാട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഞങ്ങളെന്തായാലും തളരാൻ പോകുന്നില്ല. ഇതെന്തായാലും കൃത്യമായ നല്ലൊരു പൈതൃകമായിട്ട് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ പരമാവധി ഏതറ്റം വരെ പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. കോട്ടപ്രദേശം കാടുപിടിച്ച് കിടക്കുകയാണെന്നും ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയെന്നും ആക്ടിവിസ്റ്റ് കെ ജീവാനന്ദൻ പ്രതികരിച്ചു. ഇത് കാണാനായിട്ട് പല ഭാഗത്തു നിന്നും സ്കൂളിൽ നിന്നും കുട്ടികൾ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഭീതിയിലാണ്. കാരണം ഈ ലഹരി മാഫിയ പല ഭാഗങ്ങളിലും ഉള്ളതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ ഭാഗത്തേക്ക് വിടാതെ നിൽക്കുകയാണ് വിദ്യാർത്ഥികളെ. അപ്പോൾ എന്തുകൊണ്ടും ഈ പ്രദേശം, ഈ ടിപ്പുകോട്ട നിൽക്കുന്ന പ്രദേശം എന്തുകൊണ്ടും അത് സംരക്ഷണം ആവശ്യമാണ്. മലബാറിന് മുതൽക്കൂട്ടാകേണ്ട ഫറോക്കിലെ ടിപ്പുകോട്ട പൈതൃക സ്വത്തായി നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് സംരക്ഷണ സമിതി. അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. നിർമ്മിത ബുദ്ധിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുകയാണ് വെസ്റ്റ് കൊച്ചി ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ. അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ 2ാം സ്ഥാനമാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിദേവും ഹരിഗോവിന്ദും നേടിയത്. മൊബൈൽ ആപ്പ്, വീഡിയോ ഗെയിം തുടങ്ങിയവയിൽ പ്രത്യേക പരിശീലനമാണ് ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ദുബായ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലാണ് 8ാം ക്ലാസ്സുകാരായ ആദിദേവും ഹരിഗോവിന്ദും സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത്. റോബോട്ടിക് കൈ നിർമ്മിച്ചാണ് ഇരുവരും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയത്. ദൂരെ നിന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഈ കൈ 3 വിധത്തിൽ പ്രവർത്തിപ്പിക്കാനാകും. അംഗപരിമിതർക്ക് മാത്രമല്ല, ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. കൃത്രിമ കൈയുടെ നിയന്ത്രണ സംവിധാനം പ്രത്യേക ആംഗിളിൽ ചലിപ്പിക്കുന്നതോടെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങും. ആക്സിലറോമീറ്റർ ഏത് ആംഗിളിൽ ചലിപ്പിച്ചാൽ റോബോട്ടിക് കൈ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഉപഭോക്താവ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. കൈയിലെ വിരലുകളാണ് ചലിക്കുന്നത്. ഞങ്ങൾ 2nd വെർഷൻ അതായത് 3rd വെർഷനാണ് ഞങ്ങൾ കോമ്പറ്റീഷൻസിന് കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു ആക്സിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഡിവൈസ് ഉണ്ട്. അത് ഇതിലേക്ക് മെസ്സേജ് അയക്കുന്നു. റോബോ ഹാൻഡിൻ്റെ സെർവോ മോട്ടോഴ്സിലേക്ക് അതൊരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അത് സെർവോ മോട്ടോഴ്സ് ഔട്ട്പുട്ടായിട്ട് കൈ അനക്കി കാണിക്കുന്നു. ഏതൊരു പാർട്ട്, അതായത് എൽബോ, എന്തെങ്കിലും ഒരു എക്സ് ആൻഡ് വൈ മൂവ്മെൻറ്റിൽ മൂവ് ചെയ്യുന്ന ഏതൊരു പാർട്ടിലും നമുക്ക് വെച്ചിട്ട് റോബോ ഹാൻഡ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫിംഗറും മൂവ് ആകും. അത് അയാൾ പഠിച്ചിരിക്കണം. പിന്നെ എങ്ങനെ ഇതായാലാണ് തമ്പ് മാത്രം മൂവ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കണം. അങ്ങനെയാണ് കണക്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്ന 180 ഡിഗ്രി സെർവോ മോട്ടറാണ്. അപ്പോൾ 360 ഡിഗ്രി സെർവോ മോട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള്, ഈ വിരൽ ഫുള്ള് ഇതാകാൻ പറ്റും. സൈബർ സ്ക്വയറും HK സ്കൂൾ ട്രെൻഡ്സും ചേർന്നാണ് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചിന്മയ സ്കൂളിൽ നിന്ന് 5 കുട്ടികൾ പങ്കെടുത്തു. എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ M അനിൽകുമാറിനാണ് ചേഞ്ച് മേക്കർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കരിക്കുലത്തിന് കൊടുക്കുന്നുണ്ട്. കോഡിങ്ങിനും ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. 20 വർഷമായിട്ട് ഞാൻ ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തുടക്കം മുതൽ തന്നെ കൊടുക്കാനുള്ള എല്ലാ ഇതും നമ്മൾ സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതിനുള്ള പ്രോത്സാഹനവും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ചേഞ്ച് മേക്കർ അവാർഡ് നൽകുന്നത്. ഡിജിറ്റൽ ഫെസ്റ്റിന്റെ ദേശീയതല മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ആളാണ് ശ്രീഹിത. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ ആപ്പാണ് ഈ മിടുക്കിയുടെ പ്രോജക്റ്റ്. പ്രമേഹമുള്ള കൂട്ടുകാരന് വേണ്ടിയാണ് ശ്രീഹിത ഈ ആപ്പ് നിർമ്മിച്ചത്. എൻ്റെ ആപ്പ് വന്നിട്ട് ട്രാക്ക് മൈ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഫുഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കലോറിഫിക് വാല്യൂ ഓട്ടോ കാൽക്കുലേറ്റ് ആയിട്ട് അതിൽ സ്റ്റോർ ആവും.
അത് ഒരു ബട്ടൺ ഉണ്ട്, ഗെറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾക്കൊരു റിപ്പോർട്ടായിട്ട് ഒരു PDF ആയിട്ട് കിട്ടും. വീഡിയോ ഗെയിമുകളാണ് ഗബ്രിയേലിന്റെ ഇഷ്ടമേഖല. സൈറ്റോൺ എസ്കേപ്പ് എന്ന പേരിൽ പുതിയ ഗെയിം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മിടുക്കൻ. AI അപ്പോക്ലിപ്സ് തീമിലുള്ള ഗെയിമാണ്. സൈട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI ഇൻവൈഡ് ചെയ്ത് ഹ്യൂമൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്നതാണ്. ഹ്യൂമൻസ് സൈട്രോണിൽ നിന്നൊരു റോബോട്ടിനെ ക്യാപ്ചർ ചെയ്തെടുത്തിട്ട് റീപ്രോഗ്രാം ചെയ്ത് എഗെയിൻസ്റ്റ് വിടുകയാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂബ് പോലത്തെ ഒരു ആർട്ടിഫാക്റ്റും സൈട്രോണിൻ്റെ കൺട്രോൾ പാനലിൽ ചെന്നിട്ട് സൈട്രോണിനെ ഷട്ട് ഡൗൺ ചെയ്യണം. 2 months എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ തുഷാർ ആകട്ടെ ഗെയിമുകളുണ്ടാക്കി സ്വന്തം വരുമാനം കണ്ടെത്തുന്നുണ്ട്. കോവിഡ് ടൈമിലാണ് ഇത് പഠിക്കണത്. ഒരു പ്ലാസ്മോഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ ഗെയിം. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഞാനൊരു ഹൊറർ ഗെയിം ഫോണിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗെയിം സെറ്റ് ചെയ്തതാണിത്. മൊബൈൽ വേർഷനാണ് ഞാനിപ്പോൾ ചെയ്യണം. കമ്പ്യൂട്ടർ വേർഷൻസ് ഞാൻ 12th ഫിനിഷ് ചെയ്തിട്ട് തുടങ്ങാമെന്ന് ഒരു പ്ലാൻ. AI സാങ്കേതികവിദ്യയെ അടുത്തറിയാനും അവ പരിശീലിക്കാനുമുള്ള അവസരങ്ങൾ സ്കൂൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ടാലൻറ്റഡ് പീപ്പിൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ടാലൻസ് ഉള്ള മുത്തുകളാണ്. അപ്പോൾ ക്രെഡിറ്റ് പോകുന്ന മുഴുവൻ കുട്ടികൾക്കാണ്. നമ്മളൊന്ന് ബൈപ്പാർട്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണു എന്ന് മാത്രമേ ഉള്ളൂ. സാങ്കേതികവിദ്യയുടെ വളർച്ച അനിയന്ത്രിതമാണ്. നിർമ്മിത ബുദ്ധിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനുമാണ് പുതുതലമുറ ശ്രദ്ധിക്കുന്നത്. ഭാവിയിൽ രാജ്യാന്തര തലത്തിൽ നമ്മുടെ നാട് കൂടുതൽ അറിയപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയത്ത് കാൽ തെറ്റി കിണറ്റിൽ വീണ യുവതിയെ അഗ്നിരക്ഷാ സംഘം രക്ഷപ്പെടുത്തി. കളത്തിപ്പടി പൊൻപള്ളിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പൊൻപള്ളിയിലെ ട്രീസയാണ് കാൽവഴുതി വീട്ടുമുറ്റത്തെ 40 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണത്. കയറിൽ പിടിച്ച് 20 മിനിറ്റോളം കിടന്ന ട്രീസയെ അഗ്നിരക്ഷാ സംഘം എത്തി രക്ഷപ്പെടുത്തി. അഗ്നിരക്ഷാ സംഘത്തിലെ റെസ്ക്യൂ ഓഫീസർ അബ്ബാസി കിണറ്റിലിറങ്ങി നെറ്റിന്റെയും റോപ്പിന്റെയും സഹായത്താൽ യുവതിയെ നെറ്റിനുള്ളിലേക്ക് കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. ഇനി വിപണി വിലയിരുത്തലുമായ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ കണ്ട ആഴ്ചയായിരുന്നു കടന്നുപോയിരുന്നത്. മുൻനിര സൂചികയായി നിഫ്റ്റി 25,000 എന്ന പ്രധാന നിലവാരത്തിന് താഴെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 2 ഘടകങ്ങളായിരിക്കും വിപണിയെ ഇനി സ്വാധീനിക്കുക. ഒന്ന്, അടുത്ത ആഴ്ച വരാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം. മറ്റൊന്ന്, രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക്. വളർച്ചാ നിരക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വരാനിരുന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു കരുതലോടെയായിരുന്നു വിപണിയിൽ വ്യാപാരം നടന്നിരുന്നതും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 6.5% എന്നുള്ള നിലയിലാണ് വളർച്ചാ നിരക്ക് വന്നത്. ഇത് അനുമാനിച്ചതിനെക്കാട്ടിലും നേരിയ വർധനമാണ്. 6.3% വളർച്ചാ നിരക്ക് സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചിരുന്നത്. അതിനേക്കാട്ടിലും നേരിയ വളർച്ചാ നിരക്കുണ്ടായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവസാന ഭാഗത്ത് ജനുവരി മാർച്ച് ഭാഗത്തിലുണ്ടായിട്ടുള്ള 7% മുകളിൽ ഉണ്ടായിട്ടുള്ള വളർച്ചാ നിരക്കാണ്. എന്തായാലും ഇത് വരും ദിവസത്തെ വിപണിയെ സ്വാധീനിക്കും. ഒപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗവും വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ നിർണായകമായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഇനി ഏറ്റവും നിർണായകം തന്നെയാണ്. കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മിക്ക ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടിയും അവസാന ദിവസം, അതായത് വെള്ളിയാഴ്ച, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വലിയ തോതിൽ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നത് വരും ദിവസങ്ങളിലും ഒരു വിപണിക്ക് ഒരു പ്രോത്സാഹനമാവുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായി നിഫ്റ്റി 24,500, 25,100 എന്നുള്ള ഒരു നേരിയ നിലവാരത്തിലായിരിക്കും നീങ്ങാൻ സാധ്യത. മറിച്ച് ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് നീങ്ങി വ്യാപാരം തുടരണമെങ്കിൽ 25,500 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വളരെ വലിയ തോതിലെ കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഒപ്പം തന്നെ ആഗോള സാഹചര്യങ്ങളും വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. ശരി, കെ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം കായിക വാർത്തകൾ. IPL-ൽ എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ്. 20 റൺസിനായിരുന്നു മുംബൈയുടെ ജയം. ഇതോടെ മുംബൈ 2ാം ക്വാളിഫയറിന് യോഗ്യത നേടി. 229 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 49 പന്തിൽ 80 റൺസ് നേടിയ സായ് സുദർശനാണ് ഗുജറാത്തിന്റെ ടോപ്പ് സ്കോറർ. ഇന്ന് മത്സരമില്ല. നാളെ പഞ്ചാബ് മുംബൈയെ നേരിടും. രാത്രി 7:30 മത്സരം.
യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർ മിലാനും PSG-യും ഏറ്റുമുട്ടും. മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 മുതലാണ് മത്സരം. ഫ്രഞ്ച് ലീഗ് ചാമ്പ്യന്മാരായ PSG-യും ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനും തമ്മിലുള്ള ഫൈനലിനായി ഫുട്ബോൾ പ്രേമികളും ആവേശത്തിലാണ്. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് PSG ഇറങ്ങുക. ഘടനയിൽ മാറ്റം വരുത്തിയ ശേഷമുള്ള ആദ്യ ചാമ്പ്യൻസ് ലീഗിന്റെ വിജയകരമായ പതിപ്പിനാണ് ഇതോടെ പരിസമാപ്തിയാകുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന അരീന സബലെങ്ക പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. സെർബിയൻ താരം ഓൾഗ ഡാനിലോവിച്ചിനെ കീഴടക്കിയാണ് സബലെങ്ക പ്രീ ക്വാർട്ടറിലേക്ക് കടന്നത്. സ്കോർ 6-2, 6-3 എന്നാണ്. അമേരിക്കൻ താരം അമാൻഡ് അനിസിമോയെയാണ് അടുത്ത കളിയിലെ എതിരാളി. പോളണ്ടിന്റെ ഇഗ ഷ്വാടെക്കും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.